ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് ഇന്നെന്ന് പറയുന്നത് ഫുൾ മടി പിടിച്ചൊരു ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റ് ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ, അപ്പോൾ മദ്രസൊന്നും ഇല്ലേനും നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കിടന്ന്. പിന്നെ മോൻക്കാണെങ്കിലൊന്നും ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, അതുകൊണ്ട് ലഞ്ചൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് ഒരു മടി പിടിച്ച ദിവസമാണ്. രാവിലെ എണീറ്റ് ആ ഒരു ഫ്ലോപ്പിൽ നമ്മൾ പണികളൊക്കെ തീർത്താൽ ഒരു 10-10:30 ഒക്കെ ആകുമ്പോൾ ഏകദേശം പണികളൊക്കെ തീരലുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് എന്താ പറയുക, മോനക്ക് ലഞ്ച് കൊണ്ടുപോകണ്ടാന്ന് തോന്നിയപ്പോൾ പിന്നെ ഒന്ന് തളർന്ന്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ ഞാൻ തലേന്ന് കുറേ പത്തിരിയൊക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അതുകൊണ്ട് അതിൻ്റെ പണിയും ഇല്ലേനു. അങ്ങനെ പിന്നെ ഉച്ച വരെ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറ്റർഡേ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് എന്തൊക്കെ അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവർക്ക് എല്ലാ കുട്ടികൾക്കും ഉച്ച വരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാവിലത്തെ സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. അങ്ങനെ പിന്നെ അവനെ പറഞ്ഞയച്ചതിന് ശേഷം തിരിച്ച് വീട്ടിൽ പോയി രാവിലത്തെ പത്തിരിയും ചായയൊക്കെ കുടിച്ച്. അപ്പം മോൾക്ക് ഇന്ന് ക്ലാസ് പോകുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചുമയും ജലദോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ രാത്രി ഉറങ്ങിയിട്ടില്ലേനു. പിന്നെ രാവിലെ നേരെ വൈകിട്ട് എണീറ്റ് ഒരു 10-10:30 ഉറക്കം തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ വാശി പിടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഇന്ന് ക്ലാസ് കട്ടാക്കി. അപ്പം പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നോക്ക് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് പഴം ഉണ്ടായിന്, അത് ഞാനും വാട്ടി കഴിച്ചു, ഓളും കഴിച്ചിട്ടോ. എനിക്ക് ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് തിന്നാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ അതിൽ തേങ്ങ കാണുന്നില്ലല്ലേ. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇത് കുറച്ച് ബോട്ടിലാണ് ഇങ്ങനെ ചെടി കൊണ്ടുപോയിട്ടിന്. നാളൊരു ദിവസം എൻ്റെ വ്ളോഗ് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും കണ്ടവർക്ക്. അപ്പോൾ അന്ന് വെച്ചതിന് പക്ഷേ വേറെ ഇങ്ങനെ വന്ന് തുടങ്ങും കേട്ടോ. വീഡിയോയിൽ ഇങ്ങനെ കറക്റ്റ് കാണുന്നില്ല. അതിനെന്നോ ഇങ്ങനെ വെള്ളമൊക്കെ മാറ്റി കൊടുത്തത്. അപ്പം കുറച്ച് ലീഫൊക്കെ ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇത് നോക്കാൻ ടൈമൊന്നും കിട്ടില്ല. ഞാൻ പിന്നെ അത്ര ശ്രദ്ധിക്കലൊന്നുമില്ല കേട്ടോ. ചെടികളോട് വലിയ ഇഷ്ടമാണ് വളർത്താനൊക്കെ, പക്ഷെ അതിൻ്റെ ഇപ്പോഴത്തെ രീതിയിൽ വലിയ മൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയപ്പോൾ പിന്നെ അങ്ങനെ വെള്ളമൊക്കെ മാറ്റി കൊടുക്കാൻ വിചാരിച്ച്. പിന്നെ വീട്ടിലത്തെ ഓരോ ജോലികളും ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് മടി പിടിച്ചതുകൊണ്ട് സാധാരണ 10:30 ആകുമ്പോൾ കയ്യിലുണ്ട്. ഇതിപ്പോൾ 11:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ പണികളൊക്കെ അതിൻ്റെ തൊടിക്കലും അടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ ചീരാമുളക് എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയൽ? അപ്പോൾ പറമ്പിൽ ഇതിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാപ്പ ഇന്നലെ നോക്കിയപ്പോൾ അതൊക്കെ പകുത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് കുറച്ച് പറിച്ചിട്ട് സുർക്കയിലിട്ട് വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ. പിന്നെ നല്ലതാണല്ലോ, കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. ഇക്കാക്ക് മിഞ്ഞാന്ന് ഞാനൊരു വലിയൊരു ബോട്ടിൽ 1 kg അത്രയും ഞാൻ ഇന്നലെ സുർക്കയിലിട്ട് കൊടുത്തയച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഇതും കൂടി ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വെച്ചത് നമ്മൾ വീട്ടിൽ കഴിക്കാമെന്ന്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ചോറിനൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് ഞാനിങ്ങനെ കഴിക്കലുണ്ടായിരുന്നു കേട്ടോ, ചോറിനൊക്കെ കൂട്ടി ഇങ്ങനെ. എനിക്കാണെങ്കിൽ ഭയങ്കര ആദ്യം മുതൽക്കേ ഈ പുളിയുള്ള സാധനത്തിനോട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇപ്പോഴത്തെ ടൈം എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് കൂടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ പുളിയും മധുരമൊന്നും ഇല്ല കേട്ടോ, എല്ലാ ടൈപ്പും കഴിക്കലുണ്ട്. പിന്നെ ഇപ്പോൾ പ്രഗ്നൻസി ഒരു സമയത്ത് പിന്നെ എന്തെങ്കിലും പുളിപ്പുള്ളൊക്കെ കഴിക്കാനൊരു പൂതി ഉണ്ടാവില്ല. അപ്പോൾ വിചാരിച്ചത് എടുത്ത് വെച്ചാൽ നമുക്കും ചോറിനെ കൂട്ടി കഴിക്കാമല്ലോ. അങ്ങനെ പിന്നെ വേഗം അതൊക്കെ നുള്ളി എടുക്കുമ്പോൾ ഇലയെല്ലാം പോരുന്നത് കേട്ടോ. അത്ര വലുതായില്ല, എന്നാലും ചിലതൊക്കെ ചെറുതാകുമ്പോഴേക്കേ ഇങ്ങനെ പകുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ പറിച്ചതാണിത്. കുറേയൊക്കെ പറിച്ചപ്പോൾ കൈ ചുട്ട് എരിയുക. അപ്പോൾ ഞാൻ വെച്ച് കുറച്ച് അവിടെ വെക്കട്ടെ, ഇനി പിന്നെ ഒരു ദിവസം പറിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഉള്ളത് ഞാനിത് എടുത്തിട്ട് ഒരു ബോട്ടിൽ കുറച്ച് സുറുക്ക ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അടുത്ത് സുറുക്ക ഒഴിച്ച് കൊടുക്കുകയാണ്. വിനാഗിരി സുറുക്ക എന്നറിയും കേട്ടോ, നമ്മളിവിടെ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടല്ലോ അല്ലേ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിങ്ങനെ പൊങ്ങി നിൽക്കുക. അതെന്താ എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ മുളകൊക്കെ മുകളിൽ പൊങ്ങിക്കുക. എത്ര ഇതാക്കിയിട്ട് കുലുക്കി നോക്കിയ അവസാനം എന്നിട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നത്. അങ്ങനെ തന്നെ ആയിക്കൂലേ. അപ്പോൾ ഇത് പിന്നെ ഞാൻ അവിടെ എടുത്ത് വെച്ചതിന് ശേഷം വേഗം പോയി കുളിയൊക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞ്. പണ്ട് ഉമ്മ പുറത്ത് പുല്ല് നിറഞ്ഞിട്ടുണ്ടായിട്ടോ മുറ്റത്ത്. ആ സൈഡിലൊക്കെ മഴ ഇങ്ങനെ പെയ്യല്ലേ, പെയ്ത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മിനയും കൂടി കൊടുക്കുന്നുണ്ട്. ഓള് കൂലിയൊക്കെ കഴിഞ്ഞൊക്കെ ആയതാണ്. എന്നിട്ടും പുല്ല് കളിച്ചാൽ അപ്പൊക്കെ ചൊറിച്ചിൽ വരും, പറഞ്ഞാൽ കേൾക്കൂല. അതിൻ്റെ അമ്മൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആക്കും.
അങ്ങനെ പിന്നെ ഓള് കുറച്ചൊക്കെ ഒന്ന് കൂടി കൊടുത്ത് ഉമ്മ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞെടുക്കുക കേട്ടോ. ഇതൊക്കെ അടിച്ച് വരുമ്പോൾ ഞാനിതൊന്നും ശ്രദ്ധിക്കൂല കേട്ടോ. ഉമ്മ ആണെങ്കിൽ അടിച്ച് വരണത് ഉമ്മ ഈ പുല്ലൊക്കെ പറിച്ചതിന് ശേഷം മുറ്റമൊക്കെ അടിച്ച് വരുള്ളൂ. ഞാനിത് മുറ്റം ഇങ്ങനെ കാട് മാത്രം ഇലകൾ മാത്രം തോണ്ടി തോണ്ടി അങ്ങ് പോവുക. അതിന് ശേഷം പിന്നെ മോനൊക്കെ സ്കൂളിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മാവ് കലക്കിയൊക്കെ അയച്ച് കുറച്ച് പഴം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് വൈകുന്നേരം നമുക്ക് എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കാൻ വേണ്ടി പഴംപൊരി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് മൈദയും അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ ഒരു കോഴിമുട്ടയും പൊട്ടിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അല്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ പൊങ്ങി വരുമല്ലോ കുറച്ച്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം അപ്പോഴേക്ക് പിന്നെ മുത്ത് വന്നിട്ട് 1:30 ആയപ്പോഴേക്ക് മുത്ത് വന്ന് പിന്നെ ഓലിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത്. ഇന്നത്തേന്ന് വെച്ചാൽ അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിനും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അത് ലഞ്ചിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. ഇന്ന് നോർമലായിട്ടുള്ള സാധാ ഒരു ഫുഡ് തന്നെയും മീൻ പൊരിച്ചതും അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ചിക്കൻ പെട്ടെന്ന് വിചാരിച്ച പോലെ കിട്ടില്ല. ഷോപ്പിലേക്ക് വിളിച്ചപ്പോൾ ഫോൺ എന്തോ സ്വിച്ച് ഓഫ് ആയിട്ടാന്ന് തോന്നുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്ത് ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നല്ലൊരു ഉറങ്ങിട്ടോ. അങ്ങനെ ഉച്ചക്ക് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് അസർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നേരത്തെ ആക്കി വെച്ച പഴമല്ലേ ഞാൻ ഒന്ന് പൊരിച്ചെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ നല്ലോണം മഴക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരുട്ട് മൂടി കിടക്കുന്നുണ്ട്. ഇപ്പോൾ പെയ്യും എന്നുള്ള കോലത്തിലാണ്. അങ്ങനെ വേഗം അത് പൊരിച്ചെടുത്ത്. അപ്പോൾ മഴയും ഒക്കെ പെയ്യുമ്പോൾ മഴയും ചായയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ഫീലിങ്സ് അല്ലേ. അപ്പോൾ മക്കളാണെങ്കിലും അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ 4 മണിയാകുമ്പോൾ കിട്ടണം. അപ്പോൾ കുറച്ച് പഴം പറഞ്ഞില്ല അതിങ്ങനെ ഓവർ പഴുപ്പായി വന്നാൽ പിന്നെ ഒന്നും ഉണ്ടാക്കിയല്ല ഇവിടെ. അപ്പോൾ ഒരു ഏകദേശം പഴുപ്പിലാണ് പഴംപൊരിയൊക്കെ ഇവിടെ കഴിക്കുള്ളൂ കേട്ടോ. മോനക്കായാലും മീനക്കായാലും കൂടുതൽ പഴുത്ത പഴങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമല്ല, കഴിക്കൂല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വെച്ചേക്കാണ്ട് വേഗം തന്നെ പൊരിച്ചെടുത്ത്. പിന്നെ ഞാനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ഇരുട്ട് മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ കുറച്ചെങ്കിലും വെളിച്ചുണ്ട്, പക്ഷെ ഭയങ്കര ഇരുട്ടായിക്കുണ്ടായിരുന്നു. ഒരു 4:45 ആയിട്ടല്ലേ ടൈം. എന്നിട്ട് ഭയങ്കര ഇരുട്ടായി. അങ്ങനെ പിന്നെ ഞാൻ ഓൾക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും ചായ കുടിച്ച്. വാപ്പയും ഉമ്മയും ഇവിടെ ഇല്ല അതിന് കേട്ടോ. അങ്ങനെ ഞാൻ ഒറ്റക്കാണ് ചായ കുടിക്കുന്നത്. പുറത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ഒറ്റ ഇടിയും മഴയൊക്കെ കൂടെ. അങ്ങനെ പിന്നെ കറണ്ടും പോയി. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ ഞാൻ വെച്ച് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ മൊത്തത്തിൽ ഇരുട്ടേനും. ഇത്ര നേരമായിട്ടും ഇവിടെ കറണ്ടൊന്നും വന്നില്ല കേട്ടോ. ഫുള്ള് മഴ. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ അറിയില്ല, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.